ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം പൊന്നു ഇത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്ന് മെയിനായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച അങ്ങനെ ഒരു അങ്ങനെ വരുന്നുണ്ടെന്ന്. പിന്നെ അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊരു മേക്കപ്പ് ഉണ്ട്, 1-2 മേക്കപ്പ് ഉണ്ട്. കാരേറ്റ് പാർലറിൽ വെച്ചിട്ടാണ്, ധന്യയുടെ അടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ ഇനി അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകാൻ. അവിടെ നിന്ന് പിന്നെ 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇന്നിതാ സാരിയിലൊക്കെയാണ്. എന്തിൻ്റെ കേടായിരുന്നു വെച്ചാൽ എനിക്കറിയത്തില്ല. പെട്ടെന്ന് തോന്നി സാരി എടുത്ത് കൊടുക്കണമെന്ന്. അങ്ങനെ സാരി എടുത്ത് കൊടുത്തു. അമ്മയും കുഞ്ഞും കൂടി അനിയത്തിയുടെ, അതായത് മാമൻ്റെ മോള കുഞ്ഞിൻ്റെ ചോറുടുപ്പാണ് ആറ്റുകാലി ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ അവരങ്ങോട്ട് പോയി. അപ്പോൾ എന്നെ വിളിച്ചെങ്കിലും എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ 5 മണിക്കാണ് അലാറം വെച്ചത്. കാരണം 5 മണിക്ക് എണീറ്റാൽ ഒരു 7 മണിക്ക്, എനിക്ക് 7 മണിക്കാണ് ഷോപ്പിലെത്താനുള്ളത്. അപ്പോഴെങ്കിലും എത്തുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. 5 മണിക്ക് എണീറ്റു. അടുക്കളയിൽ കുറച്ച് പരിപാടികളുണ്ട്, അത് തീർത്ത് മോനോട്ട് എണീറ്റു. മോനോട്ട് തന്നെത്താനെ എണീറ്റ് വന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ രാവിലെ അങ്ങനെ തന്നെത്താനെ എണീറ്റ് വരെയൊന്നുമില്ല. അവനെപ്പോഴും കുത്തി ഇളക്കണം കേട്ടോ. അപ്പോൾ കരയുകയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെത്താനെ എണീറ്റ് വന്നു, കുളിച്ച് ഫ്രഷായി. മോനോട്ടനും അമ്മയും കൂടിയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലോട്ട് പോയത്. അതായത് അനിയത്തിയുടെ കുഞ്ഞിൻ്റെ ചോറുടുപ്പിന് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാനതങ്ങ് മാറ്റി വെച്ചത്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞാനും ധന്യയും കൂടി വർക്ക് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ ഇന്നത്തെ ഉള്ള വർക്കുകളെന്ന് പറയുന്നത് 2 സാരിയുണ്ട്, ഒരു ഹെയർ, ഫേസ്, പിന്നെ അവരുടെ കുഞ്ഞിന് ചെറുതായിട്ടൊരു മേക്കപ്പ് ഉണ്ട്. ഇതൊരു ഗസ്റ്റ് ലുക്കാണ്, ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ്. അപ്പോൾ സിമ്പിൾ ടച്ചപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് ഞാൻ സാരിയുടെ കാര്യം പറയാം. ഞാൻ സാരി എപ്പോഴും ഉടുക്കുന്നൊരു വ്യക്തിയല്ല. സാരി ഉടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കൊരു കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. കാരണം ഞാൻ എപ്പോഴും അത് ഉടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുള്ളത്. എപ്പോഴും ഉടുക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഇത്ര ഒരു വിഷയം ഉണ്ടാവത്തില്ല. ഞാൻ ഈ ടോപ്പും എപ്പോഴും കുർത്തിയും അല്ലെങ്കിൽ ജീൻസും അങ്ങനെ യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് എപ്പോഴും അങ്ങനെ സാരി ഉടുക്കാറില്ല. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടുക്കും. അതും ഉടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ കോലത്തിലായിരിക്കില്ല തിരിച്ചു തരണത്. പ്ലീറ്റൊക്കെ ഒരു പരുവാവും. അതിപ്പം മോനോട്ടിനെ ഞാൻ എടുത്താലും ശരി എടുത്തില്ലെങ്കിലും ശരി ഞാൻ അങ്ങനെ സൂക്ഷിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. ഭയങ്കര ഓവർ കെയറിങ് ഒന്നും കൊടുക്കുന്ന ആളേ അല്ല. അതുകൊണ്ടാണ് സാരി ഉടുക്കാൻ ഞാൻ ഭയങ്കര മടി കാണിക്കുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ കണ്ടോണു ഏതോ ഒരു സബ്സ്ക്രൈബർ, എപ്പോഴും കസ്റ്റമറിനെ വരത്തുള്ളൂ കേട്ടോ, സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാരിയൊക്കെ ഉടുത്ത് അമ്പലത്തിൽ പൊയ്ക്കൂടെയെന്ന്. എനിക്കും ആഗ്രഹമുണ്ട്, ആഗ്രഹമില്ലാതെ എന്നല്ല. പക്ഷെ പെട്ടെന്ന് അതെടുത്ത് നമുക്ക് ടോപ്പാകുമ്പോൾ പെട്ടെന്ന് എടുത്ത് ഇട്ടിട്ട് അങ്ങ് പോവുക. അതുമാണ് ഒന്നാമത്തെ ഒരു വിഷയം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് സാരിയൊക്കെ കൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആ വർക്കിലായിരിക്കുമല്ലോ കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കുന്നത്. ചിലപ്പം ഞാൻ എൻ്റെ സാരിയിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാകെ സീനാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ്, വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക എന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് ധന്യ പറയുന്നുണ്ടായിരുന്നു, നമുക്കൊരു വർക്കിന് പോകുമ്പോൾ നമുക്ക് സാരി ഇടും. അപ്പോൾ ഞാൻ പറയും ഞാനില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടെൻഷനാവും. അയ്യോ, ഞാൻ എൻ്റെ ഡ്രസ്സിലായിരിക്കും ഓവർ കൺഫ്യൂഷൻ വരുന്നത്. എനിക്ക് ആ വർക്ക് ചെയ്യുന്നതിൽ ടെൻഷൻ കയറും. അപ്പോൾ പിന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പാടാണെന്നറിയാമോ. പക്ഷേ ടോപ്പൊക്കെ ആണെങ്കിൽ എന്ത് എളുപ്പം, ഒരു കുഴപ്പമില്ല. നമുക്ക് ആ ഒരു സൈഡേ നമ്മൾ ചിന്തിക്കേണ്ട. അങ്ങനെയൊക്കെയുള്ള ചെറിയ ഒരു ദുശീലങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാരി അങ്ങനെ ഉടുക്കാത്തത്. പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ, പണ്ട് സാരി ഉടുക്കാനേ സപ്പോർട്ടല്ലായിരുന്നു. ഞാൻ നേരെ ചെയ്ത സാരി ഉടുക്കാൻ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡിലൊക്കെ ആയി പിന്നെയാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എന്നെ സാരി ഉടുപ്പിക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ പോട്ടെ. കസ്റ്റമർ റെഡി ആയിട്ടുണ്ട്. കസ്റ്റമറിന് കസ്റ്റമർ പറഞ്ഞത്
നടുക്കുന്ന പൗരെടുക്കണം, മുടി പിരുത്തിടണം. ഇത്ര മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ എനിക്ക് ചേരുന്നത് അതനുസരിച്ച് ചെയ്തു തരാൻ പറയൂ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഒപ്പീനിയൻ കേട്ട് നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഒരുപാട് നമ്മളായിട്ട് ചില കസ്റ്റമേഴ്സ് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വട്ടാക്കി കളയും കേട്ടോ. അത് ഇന്നത് അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ചിലർ നമ്മളങ്ങ് വട്ടാക്കി കളയും. അത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളാവും. എന്നിരുന്നാലും നമ്മൾ അവർ വിചാരിച്ച കണക്കൊക്കെ ആക്കി കൊടുക്കും. പക്ഷേ എനിക്കിങ്ങനെ എനിക്ക് എങ്ങനെ ചേരുന്നു അതനുസരിച്ച് ചെയ്തതാണ്. ആ ഒരു ഡയലോഗ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി, പിന്നെ ഞാനിങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞു, കസ്റ്റമറൊക്കെ പോയതിന് ശേഷം എനിക്ക് കുറച്ച് എക്സ്ട്രാസ് ഉണ്ടായിരുന്നു. പിരിയത്തിന് എക്സ്ട്രാസ് ഉണ്ടെടുക്കാൻ, അതൊക്കെ എടുത്തു. കുറേ ദിവസം കൊണ്ട് ഞാൻ ആ പെണ്ണിൻ്റെ അടുത്ത് പറയണം, എടി എന്ന് എടുത്താന്ന്. സമയം കിട്ടാത്തതോട് എനിക്ക് അവൾക്ക് മുമ്പ് ഇരുന്ന് കൊടുക്കാനും പറ്റണില്ല, അവൾക്ക് എനിക്ക് ചെയ്തു തരാനും പറ്റില്ല കേട്ടോ. അങ്ങനെ പിന്നെ എക്സ്ട്രാസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അന്തം വിട്ട് ഓടിയാണ് നെടുമങ്ങാട് തൊട്ട്. കാരണം നെടുമങ്ങാട് നിന്ന് കുറച്ചുകൂടി കയറി പോകണം. അപ്പോൾ അന്തം വിട്ട് ഓടി ഞാൻ 9:45 അങ്ങോട്ട് ഇറങ്ങി ഞാനാണ്. 10:15 എത്തി കേട്ടോ. അങ്ങനെ എത്തി. ഒന്നാമത് സ്കൂട്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പീഡിനാണ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വീട്ടിലാരും വെച്ചേക്കത്തില്ല. അതുകൂടാതെ തന്നെ ഏട്ടൻ എന്നെ വറുത്ത് കോരി എടുക്കും. ഈ വീഡിയോ കാണുമ്പോൾ ഏട്ടൻ എന്നെ പൊക്കും, അത് വേറെ കാര്യം. അങ്ങനെ കുടുംബ വീട്ടിലെത്തി. ഇവിടെയെന്ന് പറയുന്നത് അനിയത്തിയുടെ ചടങ്ങ്, അതായത് അനിയത്തിയുടെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അനിയത്തിയൊക്കെ നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ സിസ്റ്റേഴ്സൊക്കെയാണ്. അപ്പം എനിക്കിങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കിങ്ങനെ ഫാമിലി ആയിട്ട് ഒത്തൊരുമിച്ച് കൂടി, അതിപ്പോൾ ഒരു കല്യാണമായാലും പാലുകാച്ചാണെങ്കിലും അല്ലെങ്കിൽ മരിപ്പായാലും, എനിക്കെല്ലാവരും കൂടെ ഒത്തുകൂടി ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു ദിവസമൊക്കെ എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഞാൻ എവിടെയാണെങ്കിലും ഓടി എത്താറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെ കസിൻസ്, നമ്മളെ റിലേറ്റീവ്സ്, നമ്മളെ ചേട്ടന്മാർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി വാരി എടുക്കണത്. ഇപ്പോൾ ഇന്നിപ്പോൾ കുറേ പേര് ലീവിലാണ്, അവർക്ക് ആർക്കും ലീവ് കിട്ടിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഉള്ളപ്പം എനിക്കൊരു സന്തോഷമാണ്. അതിപ്പോൾ ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിലും എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഫാമിലി ആയിട്ട് ഇപ്പം ഞാൻ ഓണത്തിന് തന്നെ ഞാൻ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി അതൊരു സന്തോഷമാക്കി നല്ല അടിപൊളിയാക്കിയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നെന്ന്. തിരുവോണത്തിനെന്നായാലും അവിടത്തിനെന്നായാലും നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്താലും എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. ഓരോരുത്തർക്കും ഓരോ ഹോസ്പിറ്റൽ കേസ് അത് ഇതൊക്കെ വരുമ്പോഴത്തേക്കും പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ദാ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നു. അങ്ങനെ സൽക്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഇപ്പം കൊച്ചുനാൾ മുതലേ എനിക്ക് എൻ്റെ വീട്ടിലായാലും ഈ സൽക്കാരമായാലും ഈ ഗസ്റ്റിനെ സ്വീകരിക്കുന്നതാണെങ്കിലും ഫുഡ് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും വിളമ്പുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവരൊക്കെ വരണമെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പേ അങ്ങോട്ട് ക്ലീനിങ് തുടങ്ങും. അവിടെ ഇപ്പം ഇവിടെ വൃത്തിയാക്കൽ ഒരു ബഹളം തന്നെ. ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. മിസ്സിങ് സത്യം പറയാൻ നന്നായിട്ടാവുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാം പെൺകുട്ടിയുടെ അമ്മയുടെ ബന്ധത്തിലാണ്. ഞാൻ അനിയനാണ്, സ്വന്തം അനിയൻ ഡിഫൻസിലെ എയർപോർട്ടിൽ വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് താമസിക്കുമെന്ന് പറഞ്ഞു, എത്തിയിട്ടില്ല. എൻ്റെ വൈഫാണ് നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ 2 മക്കളാണ്. ഇളയാൾ ഇവിടെ ഉണ്ട്, മൂത്താള് നേഴ്സിംഗ് ബാംഗ്ലൂർ പഠിക്കുന്നു. ഞാൻ സെക്രട്ടേറിയറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വൈഫ് കൃഷി ഓഫീസറാണ് കഴക്കൂട്ടം. പിന്നെ ഇത് അനിയൻ്റെ ഭാര്യ അഞ്ജു. അനിയൻ ഫയർഫോഴ്സിലെ പത്തനംതിട്ട, അനിയത്തി ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ പോലീസാണ്. പിന്നെ ഈ പറഞ്ഞ വിഷയമാണ്. ഇത് ഫാമിലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുത്തി കൊടുത്താണ്. കാരണം പുതിയ മുഖങ്ങളാണ്, ഇനി അങ്ങോട്ട് കാണാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പൊന്നൂന് നല്ല ടെൻഷൻ ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടെൻഷനായിരുന്നു പൊന്നൂന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാനും ഏട്ടനും 10 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ എനിക്കൊന്നൊരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം 10 വർഷം മുമ്പോ 9 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ ഇതേ സെയിം ടെൻഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ടെൻഷൻ കയറും. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വരണമെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ചങ്കെടുപ്പാണ് കേട്ടോ. അത് സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഉള്ള എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡിനെയൊക്കെ ഒരുക്കുമ്പോഴത്തേക്കും ബ്രൈഡ് പറയും മുഹൂർത്തത്തിൻ്റെ സമയമാകുമ്പോൾ ചേച്ചി എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു ടെൻഷൻ സ്വാഭാവികമാണ്. അതങ്ങനെയാണ്, ടെൻഷൻ വന്നിരിക്കും. അതിപ്പോൾ കല്യാണ ചെറുക്കനാണെങ്കിലും ഒരു ചെറിയൊരു ചിലർ പിന്നെ മുഖത്ത് കാണിക്കത്തില്ല, ചിലർ പറയത്തുമില്ല കേട്ടോ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന്. പക്ഷേ താലി കെട്ടുന്ന സമയമാണെങ്കിലും ഒക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഈ കല്യാണ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പൊന്നൂന് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടുകൊണ്ട് വന്ന, അപ്പോൾ കല്യാണ ചെറുക്കനും അവളും ഒരേ കളറിലുള്ള ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് ഇട്ടുകൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് ഞാനും എടുത്തു, ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനും എടുത്തു. എനിക്കിവിടെ നിന്നപ്പം വസൂട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷെ രാവിലെ ഒരു വർക്കുള്ളത് കൊണ്ടാണ്. അത് തലേ ദിവസമാണ് യഥാർത്ഥത്തിൽ വിളിച്ച് പറഞ്ഞത് തന്നെയാണ്. പെട്ടെന്നാണ് ആ വർക്ക് വന്നത്. അതുകൊണ്ട് പിന്നെ പ്ലാൻ മാറ്റി അമ്മയുടെ കൂടെ പോയതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്നിങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അവനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കളിച്ച് മറിയണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ആ കുഞ്ഞും ഈ പറയും പോലെ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് കളിച്ച് അങ്ങനെ കൂട്ടുകുടുംബം അല്ലല്ലോ, ഇപ്പോൾ എല്ലാം കുടുംബമല്ലേ. അപ്പോൾ പിന്നെ ഇതാണ് ചേച്ചിയുടെ ലോകം. 2 പെൺമക്കളും 2 മരുമക്കളും. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു കറക്റ്റ് ഫ്രെയിം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇതിപ്പം സഹോദരിമാരാണ്, എൻ്റെ അനിയത്തിമാരാണ് ഇതത്രയും. പിന്നെ എനിക്കിങ്ങനെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, ഞാൻ ഈ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ റിലേഷൻസിന് എല്ലാത്തിനും ഞാൻ വാല്യൂ കൊടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ചേട്ടൻ്റെ വൈഫാണ് അഞ്ജു. പിന്നെ അഞ്ജു ഞാനൊക്കെ ഒരേ സമപ്രായക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അഞ്ജു എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ചേച്ചി എന്ന് വിളിക്കണമായിരുന്നു. ഭാഗ്യം ഇവളും ഞാൻ ഒരേ പ്രായമായത്. പിന്നെ അഞ്ജുവിൻ്റെ വീഡിയോസൊക്കെ പണ്ട് ഞാൻ ഈ ഒരു ഫാമിലിയുടെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ മൂത്ത ആടെ മാരേജ് ഗുരുവായൂർ വെച്ച് നടന്ന സമയത്ത് ഞാൻ ആ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. ഇവരൊക്കെ ഇറങ്ങി, ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ ഇറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാമായിരുന്നു. അവരൊക്കെ ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ബിരിയാണിയും ചിക്കൻ കറിയായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാം കറക്റ്റ് പാകമായിരുന്നു എന്ന് വേണം പറയാൻ. കുറച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ട്. കറിവേപ്പില, വേറെ ഒന്നുമില്ല. കുറച്ച് കറിവേപ്പില എടുത്തു. ഇത് ഒരാഴ്ചത്തേക്ക് കൊടുക്കും. അത് മതി. പിന്നെ കുറച്ച് ബിരിയാണി എടുത്തു. മോരുടെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് എടുത്തു. ഇനി നേരെ വല്യമ്മ കാണാൻ പോണോടി. വല്യമ്മ കാണാൻ പോയിട്ട് നേരെ വീട്ടിലോട്ട് പോവും. അപ്പം ഫോട്ടോടി. ഓക്കെ. ചാർജർ എൻ്റെ കൊച്ചിൻ്റെ ഗണ്ണതാ. കൊച്ചിന് പോയി ഓടിക്കളഞ്ഞു. ഇത് കൊടുക്കണം. ഇത് ഇന്ന് കുമ്പളയും കൂടെ മേടിച്ചോണ്ടോണം പോവാൻ. ഇത് എല്ലായിടവും കിട്ടുമോ എന്തോ കുമ്പള. ഏത് ലിക്വിഡില്? വിമ്മിന്റെ ഇതൊക്കെ കാണും. പിന്നെ എന്തോരം നിങ്ങൾക്ക് ആരൊക്കെ അറിയണം ഞാൻ കാണിച്ചു തരാം. ഇനി അങ്ങോട്ട് പോവേണോ? വല്യമ്മേരോടോ ഉഷേമേരോടോ? എല്ലാം അടിച്ച് കലക്കി ഞാൻ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആകെയുള്ള ലോങ് വീഡിയോ മാത്രമേ ഉള്ളൂ. ഓ എനിക്കും തലവേന എടുക്കണം.
നല്ല വലുതായിരിക്കും തിരിച്ച പറയാൻ. അവിടെ പോയാ 5 പോയാ ടാറ്റാ. ബൈ ബൈ. ഇടി പൊട്ടി വന്നടി വ്ലോഗ് കഴിഞ്ഞ് അപ്പൊ സാറി പോണു. ടാറ്റാ ബൈ ബൈ സീ യു. ബൈ ബൈ. അങ്ങനെ അവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ സി ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാനും അഞ്ചുവും കൂടി നേരെ വല്യമ്മയുടെ വീട്ടിലോട്ട് വന്നു. അതായത് അഞ്ചിൻ്റെ വീട്, ചേട്ടൻ്റെ വീട്. അവിടോട്ട് വന്നു. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വല്യമ്മയ്ക്ക് ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മയും കൂടെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, അഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വണ്ടിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ചെറുതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്കിൽ ടയർ നന്നായിട്ട് തേഞ്ഞു. അതുകൂടാതെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം വണ്ടി സർവീസും ചെയ്തിട്ടില്ല. മുട്ടം പണിയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൊണ്ടേ വിചാരിക്കുന്നത് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചാണ്. എന്തായാലും ഈ മാസം ഞാൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇന്ന് രാവിലെ ആയിട്ട് എന്നെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഫയർ ചെയ്ത് നീ എന്തിൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ട് പോയത് ഇത്രയും ലോങ് ടയറില്ല തേഞ്ഞിരിക്കണ കണ്ടില്ലെന്നും പറഞ്ഞ് എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഓയിലെങ്കിലും ചേഞ്ച് ചെയ്യാമെന്ന്. കാരണം ധന്യ വഴക്കുറങ്ങി, അഞ്ച് വഴക്കുറങ്ങി, എല്ലാവരും വഴക്കുറങ്ങി കേട്ടോ. അങ്ങനെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ സീ യു.